ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടൈലറിങ്ങിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. 10 ഇഞ്ച് വിടുത്തുള്ള പേപ്പർ ക്യാൻവാസ് എടുത്ത് നടുകെ മടക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെട്ടിവെച്ച ചാർട്ട് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് അളന്ന് വരച്ച് എടുക്കുക. രണ്ട് വശവും വരച്ചെടുക്കണം. പിന്നെ പാറ്റേൺ മാറ്റി വെച്ച് പേപ്പർ ക്യാൻവാസ് വരച്ച വരയിൽ കൂടെ വെട്ടിയെടുക്കുക. അതിൻ്റെ വര കാണുന്നില്ലല്ലേ? ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തു, മറ്റേ ഭാഗം അതേപോലെ തന്നെ സാവധാനം പിന്നൊക്കെ വെച്ച് ആ വരയിൽ കൂടെ തന്നെ വെട്ടണം. വര വളഞ്ഞു പോവരുത്. വീഡിയോയിൽ കാണാത്തതാണ് അടുത്ത പ്രാവശ്യം ശരിയാക്കാം കേട്ടോ. ചതുരത്തിലുള്ള നെക്കാണ് കട്ട് ചെയ്തത് ട്ടോ. ഇനി നമുക്ക് ബാക്ക് വശം വെട്ടിയെടുക്കാം. മുൻവശം വെട്ടിവെച്ച അളവ് തന്നെ മതി. അതിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ച് ആക്കി കുറച്ച് വെട്ടിയെടുത്താൽ മതി. കണ്ടോ? ഇതേപോലെ ചെയ്താൽ മതി ട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നെക്കിൻ്റെ മുൻവശവും ബാക്ക് വശവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ട്ടോ. ആ പാറ്റേൺ വരച്ചത് 6 ഇഞ്ച് ലെങ്ത്ത്, 3 ഇഞ്ച് വിഡ്ത്ത് അതിൻ്റെ അളവ്. ഇതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ ട്ടോ. ഈ വെട്ടിയത് ബാക്ക് വശത്തിൻ്റെ നെക്കാണ് ട്ടോ. ഇപ്പോൾ രണ്ട് വശവും വെട്ടിയെടുത്തു. പാറ്റേൺ വെച്ചുകൊണ്ട് കണ്ടോ? ഇത് മുൻവശവും ഒന്ന് ബാക്ക് വശവും. രണ്ടിൻ്റെയും വിഡ്ത്ത് ഒരേപോലെയാണ്, ലെങ്ത്ത് വ്യത്യാസമുള്ളൂ ട്ടോ. ഇങ്ങനെ ഒരു കട്ടിക്കടലാസിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ അളന്ന് വെട്ടിയെടുത്ത് വെച്ചാൽ നെക്ക് കട്ട് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാകും.